നോമ്പ് തുറക്കുക എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിന്ന് സാദാ ചോറാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കുള്ള പരിപ്പും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോരനായിട്ടുള്ളത് ക്യാരറ്റും അതുപോലെ ബീൻസും ഇട്ടിട്ട് ഒരു തോരനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല മഴയും പെയ്തു. ഭൂമി എന്തായാലും ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. കുറേ ദിവസമായിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും നല്ല മഴ തന്നെ ഇവിടെ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചോറിലേക്ക് മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ മീൻ കുറച്ച് കറിയും വെക്കുന്നുണ്ട്, കുറച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. 3 മണി വരെ ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ഈ ഒരു ഒറ്റ മഴ കൊണ്ട് തന്നെ നമ്മളെ ഭൂമിയും തണുത്ത് നമ്മളൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് മഴ ഇല്ലാതെ ചൂടായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കറിയിലേക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിളച്ച് വന്നിട്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളും ഇട്ടെടുത്തിട്ട് ഒന്ന് വറ്റിക്കുകയാണ് കേട്ടോ. കൂടുതലായിട്ട് കറിയൊന്നും വെക്കുന്നില്ല, കാരണം പരിപ്പ് കറി ഞാൻ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നോമ്പ് തുറക്കുമ്പോൾ സാദാ ചോറും കൂട്ടാനൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായല്ലോ നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് മീനും അതുപോലെ സാദാ ചോറൊന്നും നോമ്പ് തുറക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ജ്യൂസ് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം കറണ്ട് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പൈനാപ്പിൾ ഇങ്ങനെ മസാല ആക്കിയിട്ടാട്ടോ ഇവിടെ കുട്ടികൾ കഴിക്കുള്ളൂ. അപ്പോൾ മുളക് പൊടിയും അതുപോലെ ഉപ്പും കുറച്ച് ചെറുനാരങ്ങിൻ്റെ നീരും പാടെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് പൈനാപ്പിളിൽ പുരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ജ്യൂസിനുള്ള പാല് നല്ല കട്ടപ്പാലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ നുറുക്കിയിട്ടിട്ട് ഒരു ഫ്രൂട്ട് മിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അതൊക്കെയാണ്, അല്ലാതെ പൊരിക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മീൻ നല്ലോണം മസാലയൊക്കെ പിടിച്ച് വരട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ തോരനും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ നോമ്പ് തുറക്ക് ഇതുപോലെ സാദാ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം ആയല്ലോ. പിന്നെ പരിപ്പ് കറി ഉണ്ട്, പിന്നെ കട്ട തൈരും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ മീൻ പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള നോമ്പ് തുറ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.